ലോകം ശക്തിയില്ലാത്തവനെന്ന് വിളിച്ചെടുത്ത് സാക്ഷാൽ യമധർമ്മനെ പോലെയുള്ള ഒരു ദൈവത്തെ വെല്ലുവിളിച്ച ഒരു ഒന്നൊന്നര മനുഷ്യൻ. അവന്റെ മരണതുല്യമായ മാംസത്തിൽ നിന്ന് ഉയർന്നു വന്നത് ദിവ്യമായ ഒരു കൊടുങ്കാറ്റ് തന്നെയാണ്. യുവത്വത്തിന്റെ ജ്വാലയിൽ മരണം പോലും വിറയ്ക്കുമെന്ന് തെളിയിച്ച, ഏതൊരു ആയുധത്തെക്കാളും ഇച്ഛാശക്തിയാണ് ഏറ്റവും മുൻപന്തിയെന്ന് തെളിയിച്ച, കാലമാകുന്ന വിധിയുടെ മുഖത്ത് ഒരു കെക്കെ ഗെൻകെയോ ഒരു ബ്ലഡ് ലൈൻ ട്രേറ്റോ ഇല്ലാതെ ചവിട്ടി മെതിച്ച ബ്ലൂ ബീസ്റ്റ് എന്ന അപരനാമമുള്ള, സ്വന്തം ശരീരത്തെ തന്നെ പ്രതീക്ഷയാക്കി മാറ്റിയ ഒരു ഒന്നൊന്നര മനുഷ്യൻ. ഭയത്തേക്കാൾ വേഗതയും വിധിയേക്കാൾ ശക്തിയും സൂര്യനേക്കാൾ ജ്വാലയുമുള്ള യുവത്വത്തിന്റെ തന്നെ മൂർത്തി ഭാവമാണിയാൾ. മരണത്തോടൊപ്പം നൃത്തം ചെയ്ത ഇച്ഛാശക്തിയുടെ ആൾ രൂപം. സെയ്ജ് മോഡും ഡൊജുത്സുകളും ഇദ്ദേഹത്തിന്റെ മുഷ്ടിപ്രഹരത്തിനു മുമ്പിൽ വെറും ധൂളിക്ക് സമം. അതെ, മരണത്തിന്റെ തന്നെ 8 കവാടങ്ങൾ തുറന്ന വിധിയുടെ മുന്നിൽ ചിരിച്ച മനുഷ്യൻ, സാക്ഷാൽ ദി മൈറ്റ് ഗായ്. ഓക്കെ ഫൈൻ, നാറൂട്ടോ യൂണിവേഴ്സിലെ തന്നെ വൺ ഓഫ് ദി ഐക്കോണിക് ക്യാരക്ടറാണ് മൈറ്റ് ഗായ്. എന്തിനേറെ പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ അനിമേ സീരീസിന്റെ ഏറ്റവും വലിയ ആന്റഗോണിസ്റ്റിന്റെ നിരയെടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ തീർച്ചയായും മുൻനിരകളിൽ ഉണ്ടാകുന്ന ഒരു യോദ്ധാവാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് സാക്ഷാൽ മാദറ ഉച്ചിഹ. ഈ പറയുന്ന മാദറ ഉച്ചിഹ നാറൂട്ടോ ഷിപ്പുദീൻ ഉണ്ടാക്കിയ ഓളം ചില്ലറയൊന്നുമല്ല. എടുത്തു പറയുകയാണെങ്കിൽ നാറൂട്ടോ യൂണിവേഴ്സ് തുടങ്ങിയപ്പോൾ തൊട്ട് സാക്ഷാൽ മാദറ ഉച്ചിഹയ്ക്ക് കൊടുത്ത ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ഉണ്ട്. അത്തരം ഒരു ആന്റഗോണിസ്റ്റ് 1-on-1 ഫൈറ്റിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഐ മാദറ ഡിക്ലെയർഡ് യു ആസ് ദി സ്ട്രോങ്ങസ്റ്റ്. ഈ ഒരു ഒറ്റ സർട്ടിഫിക്കേഷൻ മതി ഇദ്ദേഹത്തിന്റെ റേഞ്ച് എന്താന്ന് നമ്മുടെ എൻറ്റയർ നാറൂട്ടോ സീരീസ് കണ്ടവർക്ക് മനസ്സിലാവാൻ. കാരണം പറഞ്ഞിരിക്കുന്നത് മൈറ്റി മാദറ ഉച്ചിഹയാണ്. കമോൺ ഗൈസ്, ആരാണ് പറയുന്നത് ഇങ്ങനെ? എറ്റേണൽ റൈവൽ ആയിട്ടുള്ള ഹാഷുറാമ സെഞ്ചുവിനെ ഏറ്റവും കൂടുതൽ ഗ്ലേസ് ചെയ്യുന്നതും ഈ മാദറ ഉച്ചിഹ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ അല്ലാതെ വേറെ ഒരു മനുഷ്യനെ പോലും മാദറ പ്രൈസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അത്തരമൊരു യോദ്ധാവിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്, സാക്ഷാൽ മൈറ്റ് ഗൈയെ പറ്റി. ഗൈ സെൻസയുടെ ഫുൾ സ്റ്റോറി, അതായത് ഒറിജിനും ബാക്ക്ഗ്രൗണ്ടും ഏർലി ലൈഫും ട്രെയിനിങ്ങും ഡിസിപ്ലിനും റൈവൽറി ആരൊക്കെയായിട്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റി ഏതൊക്കെ, എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രം യുണീക്ക് ആയിട്ടുള്ള ദ 8 ഇന്നർ ഗേറ്റ്സിന്റെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും, അദ്ദേഹത്തിന്റെ മോറൽസും ഫിലോസഫിയും, അദ്ദേഹത്തിന്റെ ടീമും, അദ്ദേഹത്തിന്റെ മേജർ സ്റ്റോറി ഇമ്പാക്റ്റും, ലേറ്റർ ഓൺ നാറൂട്ടോയിലുള്ള അദ്ദേഹത്തിന്റെ ലെഗസിയുമാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഓൺ, അതായത് നമ്മുടെ മൈറ്റ് ഗൈയുടെ ഒറിജിൻ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഫുൾ നെയിം മൈറ്റ് ഗൈ. ജാപ്പനീസ് മാങ്കയില് മൈറ്റോ ഗൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്പെല്ല് ചെയ്യുകയാണെങ്കിൽ GAI എന്നാണ്. ബട്ട് ഇംഗ്ലീഷിൽ ഡേറ്റാ ബുക്കിലും GUI എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ഥലം ഹിഡൻ ലീഫ് വില്ലേജ് അല്ലെങ്കിൽ കൊണഹാഗാകുറെ. അദ്ദേഹത്തിന്റെ ക്ലാനിനെ പറ്റി ഒന്നും തന്നെ ഡേറ്റാ ബുക്കിൽ പറയുന്നില്ല. ഒരു മേജർ ക്ലാനിലും അദ്ദേഹം ഉണ്ടാകാൻ വഴിയില്ല, കാരണം കെക്കെ ഗെൻകൈ പോലത്തെ ഉള്ള ഒരു സംഭവം അദ്ദേഹത്തിനില്ല. ഇനി റാങ്ക് നോക്കുകയാണെങ്കിൽ ഡേറ്റാ ബുക്ക് അനുസരിച്ച് അദ്ദേഹം ഒരു ജോനിനാണ്. എന്നാൽ ലാസ്റ്റത്തെ ആ വാറാർക്ക് കഴിയുമ്പോൾ കൊണോഹയുടെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ഷിഡോബി ആയിട്ട് അദ്ദേഹം മാറുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ ആകെയുള്ള ഒരു റിലേഷനായിട്ട് കാണിക്കുന്നത് മൈറ്റ് ഡൈ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ. ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് എറ്റേണൽ ഗെനീൻ എന്നാണ്. നമുക്കൊരു കാര്യം പറയാം, മൈറ്റ് ഡൈനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി തന്നെ വേറൊരു വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ മൈറ്റ് ഗൈയുടെ ഏർലി ലൈഫിനെ നോക്കാം. മൈറ്റ് ഗൈയുടെ ഏർലി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അനിമേ സീരീസിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഗൈ വളരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ടൈജിറ്റ്സു യൂസേഴ്സിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കെക്കെ ഗെൻകൈ യൂസേഴ്സും നിഞ്ചിറ്റ്സു ബേസ്ഡ് പവേഴ്സ് ഉള്ള യൂസേഴ്സും ഈ ടൈജിറ്റ്സു ഉള്ളവരെ ഓവർ ഷാഡോ ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്ന ടൈമിലാണ് നമ്മുടെ ഗൈയുടെ ആ ഒരു കുട്ടിക്കാലം ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനെയാണ്. അദ്ദേഹത്തിനെ പോലെ തന്നെ ടൈജുത്സുവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നിരുന്ന മൈറ്റ് ഗൈനെ എല്ലായിടത്തു നിന്നും അവഗണനയും പരിഹാസവും ഒക്കെയാണ് കാണുന്നത്. എന്നാൽ ഇവരുടെ 2 പേരുടെയും കയ്യിൽ ഒരു ട്രംപ് കാർഡ് ഉണ്ടായിരുന്നു, ദ 8 ഇന്നർ ഗേറ്റ്സ്. എന്നിരുന്നാലും ഇതൊന്നും നമ്മുടെ മൈറ്റ് ഗൈ സെൻസേനെ തളർത്തുവാൻ അനുവദിച്ചില്ല. അദ്ദേഹം വീണ്ടും പ്യുവർലി ഫോക്കസ് ചെയ്തു എന്തില്? ടൈജിറ്റ്സുവില്. ടൈജിറ്റ്സു എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്. ഇതിൽ മായാജാലങ്ങളൊന്നുമില്ല, പ്യുവർ റോ ഫൈറ്റ് തന്നെ. അന്ന് അദ്ദേഹം തീരുമാനമെടുത്തതാണ് ഹാർഡ് വർക്ക് ഓൾവേസ് ക്യാൻ സർപ്രസ് നാച്ചുറൽ ടാലന്റ് എന്ന്. എന്നിരുന്നാലും അതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങും ഡിസിപ്ലിനും ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇൻസെയിൻ ട്രെയിനിങ് ആയിരുന്നു.
എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം ആയിരക്കണക്കിന് ലാപ്പ് ചുമ്മാ ഓടുമായിരുന്നു. വെറുതെ ഓടുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ലിമിറ്റിനെ അദ്ദേഹത്തിന് എപ്പോഴും ഡിസ്ട്രോയ് ചെയ്യണമായിരുന്നു. അവസാനം അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെയിലി ലൈഫ് പോലെ തന്നെയായി, ഡെയിലി ലൈഫ് റിച്വൽ പോലെ തന്നെയായി, എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ലിമിറ്റ്സിനെ പുഷ് ചെയ്യുന്ന തരത്തിൽ. അങ്ങനെ ഒടുക്കം അദ്ദേഹം 8 ഇന്നർ ഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോർബിഡൻ ടൈജുട്സു ടെക്നിക്ക് മാസ്റ്റർ ചെയ്യുകയാണുള്ളത്. ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു ഗോഡ് ലൈക്ക് പവറാണ്. ചക്ര ലിമിറ്റേഴ്സിൻ്റെ ബോഡീനെ എല്ലാം മാറ്റിക്കൊണ്ട് ഏറ്റവും എൻഹാൻസ്ഡ് വേർഷൻ ഓഫ് എ ഹ്യൂമൻ എന്ന് വിളിക്കാൻ പറ്റുന്ന 8 ഇന്നർ ഗേറ്റ്സ് എന്ന് പറയുന്ന ടെക്നിക്ക് അദ്ദേഹം മാസ്റ്റർ ചെയ്യുന്നുണ്ട്. 8 ഇന്നർ ഗേറ്റ്സിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആഡ് ചെയ്തോളാം. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, സമ്മറി രൂപേണ പറഞ്ഞതേ ഉള്ളൂ. ആ വീഡിയോ ഇതിൻ്റെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൂവിങ് ഓൺ ടു ദി റൈവൽറി സെഷൻ. അതെ, നമ്മുടെ ഗൈസൻസേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ കക്കാഷി ഹട്ടാക്കി എന്ന് പറയുന്ന മിസ്റ്റർ വേൾഡ് വൈഡിൻ്റെ എറ്റേണൽ റൈവലായിട്ട് തന്നെയാണ്. ടു ബി ഹോണസ്റ്റ്, നറൂട്ടോ സീരീസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ റൈവൽസ് ആയിട്ടുള്ള കക്കാഷിനെയും ഗൈനെയും ഒരുമിച്ച് കാണുന്നത്. ഇവർ നല്ലൊരു കെമിസ്ട്രി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ മൈറ്റ് ഗൈ സെൻസേയുടെയും കക്കാഷി ഹട്ടാക്കിയുടെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഐക്കോണിക് സാധനം തന്നെയാണ്. ഇതിൽ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈ സെൻസയുടെ നേരെ ഓപ്പോസിറ്റാണ് കക്കാഷി. കക്കാഷി ഇവൻ്റെ റൈവലാണെന്ന് കക്കാഷി സീരിയസ് ആയിട്ട് എടുത്തിട്ട് പോലുമില്ല, ബട്ട് സ്റ്റിൽ കക്കാഷി റെസ്പെക്ട്സ് ഹിം മോസ്റ്റ്. പിന്നെ എടുത്തു പറയുന്നത് പോലെ നമ്മുടെ നറൂട്ടോയും സാസ്കേനെ പോലെ ഒരു ഹെയ്റ്റ്രെഡിൽ നിന്നുള്ളതായ റൈവൽറി അല്ല ഇത്. ഇറ്റ് വാസ് അബൌട്ട് പ്യുവർ മോട്ടിവേഷൻ. എടുത്തു പറയുകയാണെങ്കിൽ ഗൈ എപ്പോൾ കക്കാഷിനെ കണ്ടാലും കോൺസ്റ്റൻ്റ് ആയിട്ട് ചലഞ്ച് ചെയ്യും. പുഷപ്പ്, റണ്ണിങ് റേസ്, റോക്ക് പേപ്പർ സിസർ, അതുപോലെ കോമഡി എന്നാൽ മോട്ടിവേഷൻ ആയിട്ടുകൊണ്ടിരിക്കുന്ന കക്കാഷിൻ്റെ എഡ്ജിൽ കൊണ്ട് ഷാർപ്പാക്കി വെക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ചലഞ്ചസ് ആയിരുന്നു നമ്മുടെ ഗൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും കക്കാഷി ഇതിനെല്ലാം സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഗൈ സെൻസിയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിലും ഉറപ്പായിട്ടും നിഞ്ചിറ്റ്സും കെഞ്ചിറ്റ്സും അദ്ദേഹത്തിന് ലാക്കാണ്. എന്നാൽ ഗൈ ഈസ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ടൈജുട്സു യൂസേഴ്സ് ഇൻ ദ എൻറ്റയർ നാറൂട്ടോ വേൾഡ്. അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. പ്രൈമറി ഫൈറ്റിംഗ് സ്റ്റൈല് ടൈജുട്സു തന്നെയാണ്, അതിലൊരു മാസ്റ്റർ തന്നെയാണ് അദ്ദേഹം. ലൈറ്റ്നിങ് ഫാസ്റ്റ് അറ്റാക്സ്, ഇമ്മൻസ് ആയിട്ടുള്ള റിഫ്ലെക്സ്, ഫിസിക്കൽ സ്ട്രെങ്തിൻ്റെ റോ അന്യായം മൂർത്തിഭാവം എന്നൊക്കെ പറയാം. ഇനി നെക്സ്റ്റ് ഡൈനാമിക് എൻട്രിയും ലീഫ് ഹ്യൂറൈക്കെയിനും നമ്മുടെ മോർണിംഗ് പീക്കോക്കും എന്ന് പറയുന്ന ടെക്നിക്സ് ഒക്കെ പറയണ്ടല്ലോ. ഡെവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള മാർഷൽ ടെക്നിക്സ് ആണ് ഇതെല്ലാം. ഇനി സ്ട്രോങ് ഫിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് മാക്സിമം ഫിസിക്കൽ ഇമ്പാക്റ്റ് ഒരു ഇൻറ്റേർണൽ ഡാമേജും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സ്ട്രോങ് ഫിസ്റ്റ് സ്റ്റൈല്. അതേപോലെ തന്നെ അവസാനത്തെ ട്രംപ് കാർഡായിട്ടുള്ള 8 ഇന്നർ ഗേറ്റ്സ്, ഹിസ് അൾട്ടിമേറ്റ് പവർ. അൾട്ടിമേറ്റ് പവറിനെ പറ്റി ഒരു സമ്മറൈസ് രൂപേണ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി 8 ഗേറ്റുകളാണുള്ളത്. ഗേറ്റ് ഓഫ് ഓപ്പണിംഗ്, ഗേറ്റ് ഓഫ് ഹീലിംഗ്, ഗേറ്റ് ഓഫ് ലൈഫ്, ഗേറ്റ് ഓഫ് പെയിൻ, ഗേറ്റ് ഓഫ് ലിമിറ്റ്, ഗേറ്റ് ഓഫ് വ്യൂ, ഗേറ്റ് ഓഫ് വണ്ടർ ആൻഡ് ഗേറ്റ് ഓഫ് ഡെത്ത്. ഇതിൽ 8ാമത്തെ വാതിൽ തുറക്കുമ്പോൾ, 8ാമത്തെ ഗേറ്റ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആളാണ് ആ ഒരു റെഡ് ഓറ എമിറ്റ് ചെയ്യുന്ന നൈറ്റ് ഗൈ അല്ലെങ്കിൽ യാഗായി എന്ന് വിളിക്കുന്ന ഗോഡ് ലൈക്ക് പവറുള്ള ഫൈനൽ ട്രംപ് കാർഡ് ഓഫ് ടൈജുട്സു മാസ്റ്ററി. ഈ ഒരു ഫോമിൽ നിന്നപ്പോഴാണ് 10 ടേൽസ് ജൂബി ആയിട്ടുള്ള സാക്ഷാൽ മാദ്ര ഉച്ചിഹയുടെ 1-on-1 ഹാൻഡിൽ പഞ്ച് ചെയ്ത് 1-on-1 ഹാൻഡ് കോമ്പാക്റ്റിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ മാദ്ര ഉച്ചിഹ പറയുന്ന ആ ഒരു ഡയലോഗ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സിഗ്നേച്ചർ അറ്റാക്സ് നോക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ മോർണിംഗ് പീക്കോക്ക്, ഫ്ലറി ഓഫ് ഫയർ ലൈക്ക് പഞ്ചസ് കൊടുക്കുന്ന മോർണിംഗ് പീക്കോക്ക്. ഇനി ആഫ്റ്റർനൂൺ ടൈഗർ എന്ന് പറയുന്ന വേറൊരു ടെക്നിക്കുണ്ട്, ഒരു ഷോക്ക് വേവ്, ടൈഗറിൻ്റെ ഷേപ്പിലുള്ള ഒരു ഷോക്ക് വേവ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഗൈ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 8ാമത്തെ ആ ഒരു സിഗ്നേച്ചർ അറ്റാക്ക്. ഇതിനെ അടിവരയിട്ട് നാറൂട്ടോ ഡേറ്റ ബുക്ക് പറയുന്നത് അതിൻ്റെ ഒരു സിംഗിൾ കിക്ക് സ്പേസിനെ ബെൻഡ് ചെയ്യും. ഒരു ഗോഡിനെ വധിക്കാൻ ഇതിന് കേപ്പബിൾ ആണ്. ഇത്രയും പറയുമ്പോൾ തന്നെ അതിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് മൈറ്റ് ഗൈയുടെ മോറൽസ് ആൻഡ് ഫിലോസഫി നോക്കാം. അറിയാലോ, വിൽ ഓഫ് യൂത്ത് എന്ന് പറയുന്ന ആ ഒരു ഐക്കോണിക് ഫിലോസഫിയാണ് മൈറ്റ് ഗൈക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എപ്പോഴും ഹാർഡ് വർക്ക് ടാലൻറ്റിനെ റൈവൽ ചെയ്യാൻ പറ്റുമെന്ന്. നെവർ ഗീവ് അപ്പ് എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡും ട്രൂ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യാനുള്ള കറേജിലാണ്, അതും ഭയമില്ലാതെയാണെന്നാണ് നമ്മുടെ ഗൈ സെൻസെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഗൈ സെൻസയുടെ ടീം നോക്കുകയാണെങ്കിൽ റോക്ലിയും നെജി ഹ്യൂഗയും ടെൻറ്റനുമാണ് ഉള്ളത്. അതിൽ നമ്മുടെ റോക്ലി എന്ന് പറയുന്നത് ഡയറക്റ്റ് പാരമ്പര്യം എന്ന് തന്നെ പറയാം. നമ്മുടെ ഗൈ സെൻസയുടെ ഫുൾ പാരമ്പര്യവും ഹൈറാർക്കിയും കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരാളാണ് റോക്ലി. അറിയാലോ, ചുനീൻ എക്സാം ആർക്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ജിഞ്ചുറുക്കീസ് ആയിട്ടുകൊണ്ടിരുന്ന ഗാര സീരീസ് തുടങ്ങിയപ്പോൾ തൊട്ട് അങ്ങേ ഹൈപ്പിലാണ് ഗാര നിൽക്കുന്നത് ആ സ്റ്റുഡൻസിൻ്റെ രീതിയിൽ. ആ ഗാരനെ അവൻ്റെ വെയ്റ്റ്സ് അടിച്ചിട്ട് അടിക്കുന്ന അടിയുണ്ട്. അത് ഞാൻ റോക്ലിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരാണ് ഒന്ന് പോയി കാണുക. സോ റോക്ലിക്ക് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തതാരാണ്? സാക്ഷാൽ മൈറ്റ് ഗൈ. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സ്റ്റുഡൻസ്, അതായത് നെജിയെയും ടെൻറ്റനെ പറ്റി ഇപ്പോൾ ഒരു വീഡിയോ പറയുന്നില്ല, കാരണം അവരെ പറ്റിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ തന്നെ പറയാം. ഇതിൽ നമ്മൾ മെയിൻലി ഗൈനെയാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഗൈ സെൻസയുടെ മേജർ നറൂട്ടോ സ്റ്റോറി ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ, 1
ചുനീൻ എക്സാം ആർക്കും നോക്കുകയാണെങ്കിൽ ഗൈഡ് സ്റ്റുഡൻസ് ആണ് ഷൈൻ ചെയ്ത് അവിടെ നിൽക്കുന്നത്. ഗാരയായിട്ടുള്ള ബാറ്റിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് എപ്പിസോഡാണ് ലീ വേഴ്സസ് ഗാര. അപ്പോൾ ഈവൻ കക്കാഷി വരെ അവിടെ ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ മേജർ ഇമ്പാക്റ്റ് ആർക്കുള്ളത് 4th ഗ്രേഡ് നിഞ്ച വാറിൻ്റെ സമയത്താണ്. മാതറ ഉച്ചിഹയായിട്ട് നമ്മുടെ 10 ടൈൽസ് ജിഞ്ചുറുക്കി ആയിട്ടുള്ള ലിറ്ററലി ഒരു ഗോഡായിട്ടുള്ള മാതറയായിട്ടുള്ള 8 ഗേറ്റ് ഫൈറ്റ് നമ്മുടെ നൈറ്റ് ഗൈ, അതായത് മൈറ്റ് ഗൈ അപ്പം നൈറ്റ് ഗൈ ആവുന്നുണ്ട് 8ാമത്തെ ഗേറ്റ് തുറക്കുമ്പോൾ. ഇത് രണ്ടുമാണ് മെയിൻലി മൈറ്റ് ഗൈനെ സൂചിപ്പിക്കാൻ പറ്റുന്ന ആർക്കുകൾ. അതിൻ്റെ ഇടയ്ക്ക് അക്കാട്സുക്കി ക്യാപ്ചറേഷൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ മെയിൻലി കാര്യങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ലെഗസി നോക്കുകയാണെങ്കിൽ ഗൈ ബിക്കംസ് എ സിമ്പിൾ ഓഫ് പ്യുവർ എഫോർഡ് എന്ന് തന്നെ പറയാം. ജനറേഷൻസിനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള റോക്ലി നിമിത്തം. ഒരു കെക്കെ ഗെൻഗയോ ഒരു ബ്ലഡ് ലൈൻ ലിമിറ്റിനോ തൻ്റെ ഫിസിക്കൽ സ്ട്രെങ്തിനെ സർപ്രൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒതുക്കി നിർത്താൻ പറ്റില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലെഗസി സിംബോളിഫൈ ചെയ്യുന്നത് ഹ്യൂമൻ വില്ലിന് ഡിവൈൻ പവറിനെ റൈവൽ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റിന് നെവർ ഗീവിങ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഉള്ളിടത്തോളം കാലം എല്ലാം അദ്ദേഹത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കും. ആൻഡ് ദ ലെഗസി ഓഫ് സെൽഫ് ബിലീഫ്, നമ്മളിൽ തന്നെയുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ നറൂട്ടോ യൂണിവേഴ്സിലെ ഈ ഗൈസൻസ് ഇത്രയും ഫേമസ് ആകുന്നത്. തകർന്നും ഡിപ്രഷനിൽ ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക് ഇത്തരം കഥയൊക്കെ കേൾക്കുമ്പോൾ, അതായത് ഇവൻ അതുണ്ടല്ലോ മറ്റവൻ അതുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ മൈറ്റ് ഗെയിനെ പോലെ എനിക്കെന്തുണ്ട്, അതിൽ ഞാൻ ഏറ്റവും വലിയ മാസ്റ്റർ ആയിരിക്കുമെന്ന് തെളിയിപ്പിക്കാൻ പറ്റുന്ന ഒരു 1.5 മുതലാണ് സിംബോളൈസ് ചെയ്യാൻ പറ്റുന്നതും മോട്ടിവേഷണൽ ഐഡലാക്കാൻ പറ്റുന്നതുമായ ഒരു ആളല്ലെങ്കിൽ ക്യാരക്ടറാണ് മൈറ്റ് ഗൈ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ മൈറ്റ് ഗൈ ഈസ് എ ഹീറോ നോട്ട് ഡിഫൈൻഡ് ബൈ പവർ ബട്ട് ബൈ പെർസിയവറൻസ്. വേറെ എന്താണ് മൈറ്റ് ഗൈനെ പറ്റി പറയാനുള്ളത്? ഷരിങ്കനില്ല, റെനഗനുമില്ല, ഒരു ടെയിൽഡ് ബീസ്റ്റുമില്ല, ജിഞ്ചുറുക്കിയുമല്ല. വെറും അൺബ്രേക്കബിൾ വില്ലും ബേണിംഗ് സ്പിരിറ്റും ഒരൊറ്റ ചിരിയും, മരണത്തിനെ തന്നെ വിറപ്പിക്കാൻ പറ്റുന്ന ചിരിയും. ഇത്രയും മതി മൈറ്റ് ഗൈനെ പറ്റി വിശേഷിപ്പിച്ച് പറയാൻ. ദ മാൻ ഹു മെയ്ഡ് എ ഗോഡ് അക്നോളജ്ഡ് ഹ്യൂമൻ സ്ട്രെങ്ത്. ബേസിക്കലി ഇത്രയൊക്കെയാണ് നമുക്ക് മൈറ്റ് ഗൈനെ പറ്റി അറിയുവാൻ സാധിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഓഫ് കോഴ്സ് എനിക്കറിയാം ഓരോ ക്യാരക്ടറിനെ ഡീപ്പായിട്ട് നമ്മൾ പോകുമ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാൻ പറ്റും. അതല്ല ഇപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അതായത് ഞാൻ പറയാത്ത എന്തെങ്കിലും റീസൺസോ കാര്യങ്ങളോ നമുക്ക് മൈറ്റ് ഗൈനെ പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഷെയർ ഇറ്റ് ഡൗൺ ഓൺ ദി കമൻറ്റ്സ്. അടുത്തൊരു നാറൂട്ടോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബോയ്സ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. ബൈ ദ വേ നമ്മുടെ ചാനൽ 13K അടിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ലക്ഷ്യം 15K ആണ്. ആൻഡ് ബിലീവ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബോയ്സ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. ശരീരത്തെ പിടിച്ചു നിർത്തുവാൻ ചെങ്ങലകളുണ്ട്. എന്നാൽ ആരാണോ ഈ പാശങ്ങളെ തകർക്കുന്നത് അവർ 8 ആന്തരിക കവാടങ്ങളെ ഉണർത്തുക തന്നെ ചെയ്യും. അതെ, ദൈവങ്ങളെ തകർക്കുന്ന ഒരു വിലക്കപ്പെട്ട ശക്തി. ഇതൊരാൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ പേശികളും നിലവിളിക്കുന്നു, എല്ലാ അസ്ഥികളും പൊട്ടുന്നു, ഓരോ ഹൃദയമെടുപ്പും കത്തുന്നു. എന്നിട്ടും ഈ വേദനയിൽ നിന്ന് വിധിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു 1.5 ശക്തി ഉയർന്നു വരുന്നു. ഇവയിൽ ഒരു കവാടം തുറന്നാൽ തന്നെ അതിരുകൾ അപ്രതീക്ഷിതമാകുന്നു. അപ്പോൾ 8 കവാടങ്ങൾ തുറക്കുന്ന ആ ഒരു നിമിഷത്തിൽ മരണം പോലും നിങ്ങളുടെ ഇച്ഛയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നു. ലോട്ടസ് ടെക്നിക്ക് മുതൽ നൈറ്റ് ടെക്നിക്ക് വരെയുള്ള 8 കവാടങ്ങൾ ത്യാഗത്തിന്റെ പാതയാണ്. അവിടെ ശിരോബികൾ സൂര്യനേക്കാൾ തിളക്കത്തോടെ അവരുടെ ശരീരം ജ്വലിക്കുന്നത് കാണപ്പെടും. ഇതൊരു രക്തബന്ധവുമല്ല, ജന്മദാനവുമല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ ആത്യന്തിക തെളിവാണ്. ടൈജിറ്റ്സുവിന്റെ അന്തിമ തീരുമാനം. അതെ, അവസാന കവാടം മരണമാണ്. എന്നാൽ അതിന്റെ ജ്വാലകളിൽ ദേവന്മാരെ പോലും വിറപ്പിക്കുന്ന ഒരു വലിയ ശക്തി തന്നെ ജ്വലിക്കുന്നു. ദ നൈറ്റ് ഗായ്. അനിമെ ലോകം കണ്ട ഏറ്റവും വലിയ ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള സാക്ഷാൽ മാദ്ര ഉച്ചിഹ വരെ 8 ഇന്നർ ഗേറ്റ് ഓപ്പൺ ചെയ്ത മൈറ്റ് ഗൈയോട് പറയുന്ന ഡയലോഗ് ഉണ്ട്. അതിനു പോലും ധാരണമായ ആ ഒരു ഇച്ഛാശക്തി, ദ 8 ഇന്നർ ഗേറ്റ്സ്. ഓക്കെ ഫൈൻ, ദ 8 ഇന്നർ ഗേറ്റ്സ്. നാറൂട്ടോ യൂണിവേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും റൊമാൻറ്റിഫിക്കേഷൻ തന്നിരിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു മാദ്ര വേഴ്സസ് മൈറ്റ് ഗൈ. ഹാർഡ് വർക്ക് അല്ലെങ്കിൽ കഠിനാധ്വാനത്തിന്റെ ഉച്ചസ്ഥാനിയിൽ നിൽക്കുന്ന ഒരു യോദ്ധാവ് എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ പറയുന്ന മൈറ്റ് ഗൈ. ഈ മൈറ്റ് ഗൈയോട് പോലും സാക്ഷാൽ മാദ്ര ഉച്ചിഹ, ഒന്ന് ഓർത്ത് നോക്കണം, ഇത്രയും ബിൽഡപ്പും ഹൈപ്പും കൊടുത്ത ഒരു ക്യാരക്ടർ എൻറ്റയർ അനിമെ ലോകത്തിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. അത്തരമൊരു ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നിട്ട് ഒരു ക്യാരക്ടറിനോട് പറയുകയാണ്, ഞാൻ ഈ കണ്ട ലോകത്തിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടൈജിറ്റ്സു യൂസർ നീ തന്നെയാണ്.
സോ അത്തരം ഒരു ടൈറ്റിലിന് മാദര ഉച്ചിഹ പോലിനും ഇംപ്രസ്ഡ് ആക്കിയ ആ ഒരു ടൈറ്റിലിന് മൈറ്റ് ഗൈ യോഗ്യത നേടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ, ദ 8 ഇന്നർ ഗേറ്റ്സ്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും അല്ല നാരുട്ടോ വേൾഡിൽ, എല്ലാവർക്കും തന്നെ അറിയാം. ബട്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒറിജിനൽ കോൺസെപ്റ്റ് ഏതൊക്കെയാണ് 8 ഗേറ്റ്സ്, അതായത് 1 to 8ാമത്തെ കവാടം വരെയുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ സിംബോളിസവും ഇതിൻ്റെ തീമും എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. ആൻഡ് ഫൈനലി ലെഗസി, നാരുട്ടോ വേൾഡിൽ ഈ ഒരു 8 ഇന്നർ ഗേറ്റ് ഉണ്ടായ ലെഗസി എന്താണെന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ മൂവിങ് ഓൺ ടു ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി. കിഷിമോട്ടോ ഇതിൻ്റെ ഒറിജിനൽ കോൺസെപ്റ്റ് നാരുട്ടോയുടെ ഡേറ്റാ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി നമ്മുടെ സ്ട്രെങ്തിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കിഷിമോട്ടോയുടെ ഐഡിയ അല്ല, പല റിലീജിയസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിലും പല പുരാണങ്ങളിൽ പോലും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ശക്തി പൂർവ്വധികം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതായത് നമ്മുടെ പൂർണ്ണ ശക്തിയെ താങ്ങുവാനുള്ള ആ ഒരു കപ്പാസിറ്റി നമ്മുടെ ബോഡിക്കില്ല എന്ന് ഹിന്ദുയിസത്തിൻ്റെ ആണെങ്കിലും ബുദ്ധിസത്തിൻ്റെ ആണെങ്കിലും അതുപോലെ പല നേറ്റീവ് റിലീജിയൻസിൽ പോലും പല രീതിയിൽ പറയുന്നുണ്ട്. ഈ ഒരു ഐഡിയനെ നേരെ നാരുട്ടോ യൂണിവേഴ്സിൽ കിഷിമോട്ടോ കൊണ്ടിരുന്നിരിക്കുകയാണ്. അതായത് ഹ്യൂമൻ ബോഡി അവൻ്റെ തന്നെ ശക്തിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഫുൾ പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്. ഇതിനെ ഇനി നാരുട്ടോ യൂണിവേഴ്സിൽ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, നാരുട്ടോ യൂണിവേഴ്സിൽ ചക്ര പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു സർക്കുലേറ്ററി സിസ്റ്റം പോലെ കിഷിമോട്ടോ കാണിക്കുന്നുണ്ട്. അതായത് ചക്ര സർക്കുലേറ്ററി സിസ്റ്റത്തിന് 8 സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗേറ്റുകളുണ്ട്. ഈ ഒരു ഗേറ്റാണ് ചക്ര ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന 8 ഗേറ്റുകളാണ് നമ്മുടെ ചക്ര ഫ്ലോനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? സേഫായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ബോഡിക്ക് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ ചക്രേനെ യൂസ് ചെയ്യാൻ വേണ്ടി സേഫായിട്ട് ഓരോരോ സ്ഥലത്ത് ഒരു ചെക്ക് പോയിന്റ്സ് പോലെ ഇങ്ങനെ നിർത്തുകയാണ് ഈ പറയുന്ന ചക്ര പോയിന്റ്സ് അല്ലെങ്കിൽ ഗേറ്റ്. ഇത് കാരണമാണ് നമ്മുടെ സ്പീഡ്, സ്ട്രെങ്ത്, എൻഡ്യൂറൻസ് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് പോകുന്നത്. സോ 8 ഇന്നർ ഗേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഗേറ്റ്സിനെ റിമൂവ് ചെയ്യുകയാണ്, അതായത് ആ ഒരു ലിമിറ്റേഷൻ മാറ്റുകയാണ്. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങൾക്കിപ്പോൾ പറയുമ്പോൾ മനസ്സിലായി കാണും, നമ്മൾ ആ ഒരു ലിമിറ്റേഷൻ മാറ്റി കഴിയുമ്പോഴേക്ക് എക്സ്ട്രീം ഫിസിക്കൽ കോസ്റ്റ് അതിന് കൊടുക്കേണ്ടതായിട്ട് വരും. സോ 8 ഇന്നർ ഗേറ്റ്സിനെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൊക്കെ എന്താണെന്നു. ഇനി നാരുട്ടോ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിരിക്കുന്ന 2 പേരാണ് ഭയങ്കര ഫേമസ് ആയിട്ട്. അതെ, കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ദ മൈറ്റ് ഗൈ ആൻഡ് മൈറ്റ് ഗൈയുടെ ഫാദർ ആയിട്ടുള്ള മൈറ്റ് ഡൈ. ഒബ്വിയസ്ലി ഇറോഗ്ലി ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് മോർ ഫേമസ് എന്നാണ്. സോ മൂവിങ് ഓൺ ടു ദ 8 ഇന്നർ ഗേറ്റ്സ്. നമുക്ക് ആ 8 കവാടങ്ങൾ നോക്കാം, അതിൻ്റെ ശക്തികളും നോക്കാം. ഒന്നാമത്തെ ഗേറ്റ്, ഗേറ്റ് ഓഫ് ഓപ്പണിംഗ്. ജാപ്പനീസിൽ കൈമോൺ എന്ന് പറയും. ഇതിൻ്റെ ലൊക്കേഷൻ, ഒന്നാമത്തെ ഇന്നർ ഗേറ്റിൻ്റെ ലൊക്കേഷൻ ബ്രെയിനിലാണ്. ഒന്നാമത്തെ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ അകത്തുണ്ടായിരുന്ന മെൻ്റൽ ഇൻഹിബിഷൻസിനെ റിമൂവ് ചെയ്യും. അതായത് നമ്മുടെ ബ്രെയിൻ തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത്, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇത്ര വല്ല പറ്റുമോ എന്നുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും ഗേറ്റ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഗേറ്റിലൂടെ. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടും. നമ്മുടെ ബോഡിക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫുൾ പൊട്ടൻഷ്യൽ തരുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഗേറ്റ് ഓഫ് ഓപ്പണിംഗ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതായത് മിക്ക ഷിനോബീസിനും ഗേറ്റ് ഓഫ് ഓപ്പണിംഗ് അറിയാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ സ്ട്രെങ്തിനെ, സ്പീഡിനെ സിഗ്നിഫിക്കൻ്റ്ലി ബൂസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോമൺ എന്ന് പറയുന്നത്. ഇത് മിക്ക ഷിനോബീസും അച്ചീവ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇനി സ്പെസിഫിക് ആയിട്ട് നാരുട്ടോ യൂണിവേഴ്സിലെ ടെക്നിക്ക് ഏതെങ്കിലും ഇതും കൊണ്ട് അൺലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റോക്ക് ലീയുടെ ഒരു സിഗ്നേച്ചർ മൂവ് ഉണ്ടായിരുന്നല്ലോ ഗാരയ്ക്കെതിരെ, ആ ഒരു ടൈമിൽ, അതായത് ചുനീൻ എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ ഫ്രണ്ട് ലോട്ടസ് എന്ന് പറയുന്ന ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഗേറ്റ് ഓഫ് ഓപ്പണിംഗ് കൊണ്ടാണ്. ഇത്രയൊക്കെയാണ് ബേസിക്കലി ഗേറ്റ് ഓഫ് ഓപ്പണിംഗിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഗേറ്റ്, ഗേറ്റ് ഓഫ് ഹീലിംഗ്. ഗേറ്റ് ഓഫ് ഹീലിംഗ് അഥവാ ക്യൂമോൺ, ഇതിൻ്റെ ലൊക്കേഷനും ബ്രെയിനിൽ തന്നെയാണ്. ഈ രണ്ടാമത്തെ ഗേറ്റ് ഓഫ് ഹീലിംഗ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, ഹീൽ ചെയ്യും. അതായത് നമ്മുടെ ബോഡിനെ റിക്കവറി മോഡിലേക്കാകും. ഈ ഒരു ടൈമിൽ നമ്മുടെ സ്റ്റാമിന ഭയങ്കര ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ സ്പീഡും, ഹീലിംഗ് സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി ഈ ഗേറ്റ് ഓഫ് ഹീലിംഗ് നമ്മളെ സഹായിക്കും. ഒബ്വിയസ്ലി ഇതിൻ്റെ മെയിൻ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു വലിയ ഒപ്പോണൻ്റായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമിനയും എല്ലാം പോയിട്ട് നമ്മളിങ്ങനെ വൂണ്ട് ചെയ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, ബട്ട് സ്റ്റിൽ നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഗേറ്റ് ഓഫ് ഹീലിംഗ് നമ്മൾ ഓപ്പൺ ചെയ്യും. ആ ഒരു ടൈമിൽ പെട്ടെന്നായിരിക്കും നമ്മൾ റിക്കവർ ആവുന്നത്. ഇനി മൂന്നാമത്തെ ഗേറ്റ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ സെയ്മൺ. തേർഡ് ഗേറ്റ് ആയിട്ടുള്ള ഗേറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇച്ചിരിയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സ്പൈനൽ കോഡിലാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഭയങ്കര രീതിയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും.
നമ്മുടെ സ്കിൻ ഒരു ടേൺസ് സ്ലൈറ്റ്ലി റെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പൂർണ്ണമായിട്ട് ചുവപ്പാവില്ല, എന്നാലും നമ്മുടെ ശരീരം ഏകദേശം ഒരു റെഡ് രൂപേണ തന്നെ കാണപ്പെടും. ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഗേറ്റ് ഓഫ് ലൈഫ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസറിന് നല്ല റോ പവറും സ്പീഡും ഗെയിൻ ചെയ്യാൻ പറ്റും. നല്ല പവറും സ്പീഡും ആയിരിക്കും ഇതിൽ നിന്ന് ലഭിക്കുക. ഗേറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് വെച്ച് എനേബിൾ ചെയ്തിരിക്കുന്ന ഒന്നാണ് റിവേഴ്സ് ലോട്ടസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക്. അറിയാലോ, റോക്ക്ലിയുടെ ആ ഒരു ചെയിൻഡ് കോംബോ. നെക്സ്റ്റ് ഗേറ്റ് ഓഫ് പെയിൻ ആണ്. അതെ, ഫോർത്ത് ഗേറ്റ് അല്ലെങ്കിൽ ഷോമോൺ. ഇതിന്റെ ലൊക്കേഷനും സ്പൈനൽ കോഡിൽ തന്നെയാണ്. ഈ ഒരു ഗേറ്റ്, ഫോർത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അൺമാച്ച്ഡ് ആയിട്ടുള്ള സ്പീഡും പവറുമാണ് ഒരാൾക്ക് ലഭിക്കുക. ബട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മസിൽസ് ടെയർ ചെയ്യാൻ അല്ലെങ്കിൽ വിണ്ട് കീറാൻ വരെ സാധ്യതയുണ്ട് സ്ട്രെസ് കാരണം. ഇത് ഡേറ്റാ ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു ഗേറ്റ് ഓഫ് പെയിന് റോക്ക് ലീ ഗാറിക്കെതിരെ ചുനീൻ എക്സാമിൻ്റെ ടൈമിൽ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മുടെ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനൊരു ഇമ്പാക്ട്ഫുൾ സ്റ്റോറി ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇനി മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ഗേറ്റ്, ഗേറ്റ് നമ്പർ 5, ഗേറ്റ് ഓഫ് ലിമിറ്റ് അല്ലെങ്കിൽ ടോമോൺ. ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ അബ്ഡോമെനിലാണ്, അതായത് വയറിൻ്റെ അടിഭാഗത്ത്. ഈ ഒരു ഗേറ്റ് 5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റയർ കേസിലുള്ള ആൾക്കാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഗേറ്റ് ഓഫ് ലിമിറ്റ് എന്ന് പറയുന്ന ടോമോൺ. ഇത് പാസ്റ്റ് നാച്ചുറൽ സ്റ്റാമിന ലിമിറ്റ്സിനെയൊക്കെ അങ്ങേയറ്റം, അതായത് സാധാരണ ഒരാൾക്കുള്ള സ്റ്റാമിന ലിമിറ്റ്സിൻ്റെയൊക്കെ മൂർധന്യാവസ്ഥ, അതിൻ്റെ അപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ ഒരു ഗേറ്റ് ഓഫ് ലിമിറ്റ് അല്ലെങ്കിൽ ഗേറ്റ് നമ്പർ 5 എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ്. ആൾക്കാർ അവൈക്കൻ ചെയ്തിട്ടുള്ളതിൽ തന്നെ ഈ ഒരു ടെക്നിക്കിൽ എത്തുവാൻ വേണ്ടി ഗൈയും ലീയും ഭയങ്കര രീതിയിൽ ട്രെയിൻ ചെയ്യുന്ന നമ്മൾ സീരീസിലൂടെ നീളം കണ്ടിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്ക് കാരണം ഓവർവെൽമിങ് ആയിട്ടുള്ള സ്പീഡും പിന്നെ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സുമാണ്. അതിൽ നിന്നൊക്കെ ഒരു അടി കിട്ടിയാൽ തീർന്നു തന്നെ കൂട്ടിക്കും. ഗേറ്റ് ഓഫ് 5 ആയിട്ടുള്ള ഇനി കിടക്കുക 3 ഗേറ്റ്സൂടെ. ആൻഡ് നെക്സ്റ്റ് ഗേറ്റ് ആണ് ഗേറ്റ് നമ്പർ 6, ഗേറ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ കെയ്മോൺ. ഇതിൻ്റെ ലൊക്കേഷൻ വയറാണ്, അതായത് സ്റ്റൊമക്ക്. ഒരാൾ 6th ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ സ്റ്റാറ്റ്സ് ഒന്നുമല്ല, മോൺസ്ട്രസ് ലെവലാവും. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഹ്യൂമണിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണത്തിൻ്റെ അപ്പുറമാകും ഒരാൾ ഗേറ്റ് ഓഫ് വ്യൂ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഗൈസൻസെ മോർണിംഗ് പീക്കോക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ആ സാധനം എനേബിൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഗേറ്റ് ആണ് ഗേറ്റ് നമ്പർ 7 അല്ലെങ്കിൽ ഗേറ്റ് ഓഫ് വണ്ടർ, ക്യോമോൻ. ഇതിൻ്റെ ലൊക്കേഷനും സ്റ്റൊമക്ക് തന്നെയാണ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 6th ഗേറ്റിൻ്റെ ഡബിൾ ഇരട്ടി എന്ന് തന്നെ പറയാം. ചക്ര ഫ്ലോയും ഫിസിക്കൽ സ്ട്രെങ്തും മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ 7th ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഡേ ടൈം ടൈഗർ എന്ന് പറയുന്ന ആ ഒരു എൻറ്റയർ ഷോക്ക് വേവ് ആയിട്ട് ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, കംപ്രസ്ഡ് എയറിനെ തന്നെ പഞ്ച് ചെയ്യുന്ന ഒരു സാധനം, ഡേ ടൈം ടൈഗർ, ആ ഒരു സാധനം എനേബിൾ ആവുന്നത്. ആൻഡ് വൺ ഓഫ് ദി ലെജൻഡറി ഫൈറ്റ്സ് ഇൻ ദ എൻറ്റയർ നറൂട്ടോ യൂണിവേഴ്സിലെ, അതായത് നമ്മുടെ കിസാമയ്ക്കെതിരെ ഗൈസൻസ് നടത്തുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഒരു ഫൈറ്റിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഈ ഒരു സാധനമാണ്. എന്തോ പറയണ്ടേ, അട്ടർലി ക്രഷ് ചെയ്തെന്ന് തന്നെ പറയാം. സോ അതായിരുന്നു ഗേറ്റ് ഓഫ് വണ്ടർ അല്ലെങ്കിൽ 7th ഗേറ്റ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗേറ്റ്, ഗേറ്റ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഷീമോൺ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഹൃദയമാണ്, ഹാർട്ട്. യെസ്, ഈ ഒരു ടൈമിൽ എല്ലാ ഫിസിക്കൽ ലിമിറ്റ്സും റിമൂവ് ചെയ്യും. ഫുൾ ഗേറ്റ് ഓപ്പൺ ആയി. യൂസറിൻ്റെ ബോഡി പക്കാ ചുവന്നായിരിക്കും ഇരിക്കുന്നത്, ഒരു റെഡ് വേപ്പർ കണക്കിരിക്കും. ആ ഒരു സാധനമാണ് പലരും ചക്ര എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് ഇവാപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇമ്മെൻസ് ഹീറ്റിലും സ്പീഡും കൊണ്ടും. അത് ചക്രയുടെ ആ ഒരു ഗ്ലോ അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്ലഡ് ലിറ്ററലി ഇവാപ്പറേറ്റ് ചെയ്താണ് ആ ഒരു റെഡ് ഗ്ലോ സെറ്റപ്പ് ഉണ്ടാകുന്നത്. ഇതിനെപ്പറ്റി നോക്കാൻ നമുക്ക് ഡേറ്റ ബുക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നാറൂട്ടോയുടെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഷിനോബി ആയിട്ടുള്ള ഗൈസൻസെ മാദ്ര ഉച്ചയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. യു ഈവൻ സർപ്രസ് ദ 5 കാഗെ ആൻഡ് റൈവലിംഗ് ഗോഡ്സ്. 5 കാഗെമാരുടെ 10 അടിക്ക് തുല്യമാണ് ഗൈഡ് ഒരടി എന്നാണ് പറയുന്നത്. ഈ ഒരു 8 ഇന്നർ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റ് ഗൈ, യാഗൈ, മനസ്സിലായില്ലേ, നൈറ്റ് ഗൈ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് അൺലോക്ക് ആകുന്നത്. ഇതിനെപ്പറ്റി ഡേറ്റാ ബുക്കിൽ അടിവരി ഇട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, മൈറ്റ് ഗൈഡ് ഫൈനൽ അറ്റാക്ക് സോ പവർഫുൾ ഇറ്റ് റാപ്ഡ് സ്പേസ് ആൻഡ് ക്രാക്ഡ് മദാറാസ് ബോഡി ഈവൻ ഇൻ 10 tails ജിജുറിക്കീസ് ഫോം. അതായത് ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള ഒരു അടി നമ്മുടെ സ്പേസ് ടൈമിനെ പോലും റാപ്പ് ചെയ്ത് 10 tails ജിഞ്ചുറുക്കി ആയിരുന്ന മാധരേനെ ക്രാക്ക് ചെയ്ത, മാധരയുടെ ബോഡീനെ ക്രാക്ക് ചെയ്തത്രയും പവർ ഉണ്ടായിരുന്നു ആ ഒരു ടെക്നിക്കിന്.
ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ മൈറ്റ് ഗെയിം മരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മുടെ നാറൂട്ടോ സേവ് ചെയ്തുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ 100% ഡെത്ത് ഷുവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗേറ്റ് ഓഫ് ഡെത്ത് എന്ന് തന്നെ പറയുന്നത്. ഫുൾ പൊട്ടൻഷ്യലാണ് ഈ സത്യം പറഞ്ഞാൽ ആരും എടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സാധനമാണ്. മൈറ്റ് ഗൈനെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആൻഡ് മോസ്റ്റ്, ഞാൻ മൈറ്റ് ഗൈയുടെ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചാണ്. സോ ഈ ഒരു ഇതിൽ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സോ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. മൈറ്റ് ഗൈയുടെ വീഡിയോ അല്ലെങ്കിൽ ബോറായി റിപ്പീറ്റ് പറഞ്ഞ പോലെ ഇരിക്കും. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മൈറ്റ് ഗൈയുടെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഈ 8 ഇന്നർ ഗേറ്റിൻ്റെ യുണീക്ക് ട്രേറ്റ്സും എബിലിറ്റീസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കോമ്പൈൽഡ് വേർഷൻ. ഈ ഗേറ്റ്സ് എല്ലാം ടൈജിറ്റ്സു മാത്രമേ ആംപ്ലിഫൈ ചെയ്തുള്ളൂ. അതായത് നിഞ്ചിറ്റ്സോ ഗിഞ്ചിറ്റ്സോ ഒന്നും ഇത് ആംപ്ലിഫൈ ചെയ്യത്തില്ല, ഓൺലി ടൈജിറ്റ്സു. അതുകൊണ്ടാണ് ഗൈയും ലിയോ ഒക്കെ ഇത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, എനിക്ക് ഗെഞ്ചിറ്റ്സും നിഞ്ചിറ്റ്സും അത്ര വലിയ സെറ്റപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ ഫുൾ ഫോക്കസ് ഞാൻ ടൈജിറ്റ്സുവിലേക്ക് ഇട്ടു, ആ ഒരു രീതിയിൽ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴേക്ക് പ്യുവർ ഫിസിക്കൽ മോൺസ്റ്ററാണ് ഒരാളാവുന്നത്. അതായത് സാധാരണ ഷെറിംഗണോ ബ്യാക്കുഗാനോ ഒന്നും ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അതായത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഫാസ്റ്റർ ദാൻ ദാറ്റ് എന്ന് തന്നെയാണ് ഡേറ്റാ ബുക്കിൽ പറയുന്നത്. പിന്നെ ഓരോ ഗേറ്റ് തുറക്കുമ്പോഴും അതിനനുസരിച്ച് എക്സ്പോണൻഷ്യലി സ്പീഡും സ്ട്രെങ്തും ഡിസ്ട്രക്റ്റീവിലിറ്റിയും കൂടി വരും 8 ഗേറ്റ് വരെ. പിന്നെ ഫൈനൽ ഗേറ്റ് ആയിട്ടുള്ള ഡെത്ത് ഒരു യൂസറിനെ അൺസ്റ്റോപ്പബിൾ ഫോഴ്സ് ആയിട്ട് തന്നെ പോകും. പക്ഷേ അതിൻ്റെ കോസ്റ്റ് നമ്മുടെ ലൈഫ് തന്നെയായിരിക്കും. ഇനി 8 ഇന്നർ ഗേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ പറഞ്ഞ എല്ലാ ഗേറ്റ്സും ഉപയോഗിച്ച മെയിൻ സ്റ്റോറി ലൈൻസ് അല്ലെങ്കിൽ ഇമ്പാക്ട് ഓൺ ദി നറൂട്ടോ യൂണിവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ റോക്ക് ലീ വേഴ്സസ് ഗാര ചുനീൻ എക്സാമിൻ്റെ സമയത്താണ് ഇത് ഫസ്റ്റ് ആയിട്ട് നമ്മളെ ഷോക്കേസ് ചെയ്യുന്നത്. ഓപ്പണിംഗ് 4th വരെ നമ്മളവിടെ കാണിക്കുന്നുണ്ട്. ഓഡിയൻസ് എല്ലാം ഞെട്ടി. ഈവൻ കക്കാഷി വരെ ചോദിക്കുന്നുണ്ട് ഗൈസെൻസയോട്, നീ ഇവനെ ശരിക്കും ഇത് പഠിപ്പിച്ചല്ലേ എന്നുള്ളൊരു രീതിയിൽ. പിന്നെ നമ്മൾ കാണുന്നത് മൈറ്റ് ഗൈ വേഴ്സസ് കിസാമയാണ്. അതെ, 7th ഗേറ്റ് ഡേ ടൈം ടൈഗർ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ബാറ്റിൽ ഫീൽഡ്. അവിടെ കിസാമേനെ പോലെയുള്ള അക്കാട്സുക്കിയിലെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ്മെനെ അവിടെ തോപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഓവർവെൽമിങ് പവർ ഓഫ് ഹയർ ഗേറ്റ്സ് ആയിരുന്നു, കാരണം ആദ്യമായിട്ടാണ് 7th ഗേറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് കാണുന്നത്. പിന്നെ നമ്മുടെ മൈറ്റ് ഡൈ, അതായത് മൈറ്റ് ഗൈയുടെ അച്ഛനായിട്ടുള്ള മൈറ്റ് ഡൈ 7 നിഞ്ച സ്പോർട്സ്മെൻ ഓഫ് ദി മിസ്റ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ബാറ്റിൽ. ഈ ഒരു ടൈമിലും നമ്മുടെ ഗൈ അച്ഛൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവനെ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിലെ അംഗങ്ങളെയും 8 ഗേറ്റ് ഓപ്പൺ ചെയ്ത് രക്ഷിക്കുന്നത്. ആൻഡ് ഫൈനലി മാദ്ര വേഴ്സസ് മൈറ്റ് ഗൈ 10 ടൈൽസ് ജിഞ്ചുറുക്കിയാന്ന് കൂടി ഓർക്കണം കേട്ടോ. ഗൈ 8 ഗേറ്റ് യൂസ് ചെയ്ത് നൈറ്റ് ഗൈ എന്ന് പറയുന്ന സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്ത് മാദ്രേനെ കൊല്ലുന്നു. നിയർലി കില്ലിംഗ് എന്ന് തന്നെ പറയാം, കൊല്ലുന്നെന്ന് പറഞ്ഞു സോറി, നിയർലി കില്ലിംഗ് മാദ്ര എന്ന് തന്നെ പറയാം. മാദ്ര പോലും വിചാരിച്ചാനില്ല. മാദ്ര വാസ് ഷോക്ഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രോങ്ങസ്റ്റ് ടൈജിറ്റ്സു യൂസർ എന്ന് പറഞ്ഞ് മാദ്ര ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ലെഗസി അല്ലെങ്കിൽ 8 ഇന്നർ ഗേറ്റ്സിൻ്റെ ലെഗസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇതൊരു KKNK അല്ലാത്തതുകൊണ്ട് തന്നെ ആരൊക്കെയാണോ ഹാർഡ് വർക്ക് ഉപയോഗിച്ച് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് എല്ലാവർക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലാതെ KKNKയോ അല്ലെങ്കിൽ ബ്ലഡ് അവകാശമോ അങ്ങനത്തെ ഒരു സെറ്റപ്പേ അല്ല. പിന്നെ റോക്ക്ലി ഇൻഹെറിറ്റ്സ് ഗൈസ് ഡ്രീം ടു മാസ്റ്റർ ദ 8 ഗേറ്റ്സ്. നമ്മുടെ ഗൈസൻസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ റോക്ക്ലി നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്യണമെന്നായിരുന്നു, അത് നടന്നു. പിന്നെ 8 ഗേറ്റ് സ്റ്റാൻഡ്സ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ടെക്നിക് ഇൻ ദ ഷിനോബി വേൾഡ്. അതിന് അടിവരായിട്ട് തന്നെ പറയാം. അത് മാദ്രെ പോലെയുള്ള 10 ടൈൽസ് ജിഞ്ചുറുക്കിയോട് ഫൈറ്റ് ചെയ്തൊരു ടെക്നിക്കാണ്. അത് വൺ ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് തന്നെയാണ്. ബട്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ഈ ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡ്സിനെ വരെ സർപ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ വരെ സർപ്പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. ബട്ട് സ്റ്റിൽ ഇതിനതിന് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു സെറ്റപ്പ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കിഷിമോട്ടോ ഇത് ഫൈനൽ ആ ഒരു എൻകൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്താണെങ്കിലും, ബട്ട് സ്റ്റിൽ അതൊരു ഗൂസ് ബം മൊമെൻറ്റ് തന്നെയായിരുന്നു. എന്നാലും കുറച്ചുകൂടെ ഒരു സ്പിൻ ഓഫ് രീതിയിൽ കാണിച്ചിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഗോഡ് ലൈക്ക് സ്പീഡ് ആൻഡ് പവർ ഗെയിൻ ചെയ്യുന്ന അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ഓഫ് ടൈജിറ്റ്സു എന്ന് വിശേഷിക്കുവാൻ പറ്റുന്ന ലെജൻഡറി ആയിട്ടുള്ള ഫൈനൽ സ്റ്റാൻഡ് റെപ്രസെൻറ്റിങ് സാക്രിഫൈസ്, ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരാളുടെ സെൽഫ് കോൺഫിഡൻസ്, ഹാർഡ് വർക്കിനെയൊക്കെ നമുക്ക് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര ടെക്നിക്ക് തന്നെയാണ് ഈ പറയുന്ന 8 ഇന്നർ ഗേറ്റ്സ്. ഇതൊക്കെയാണ് നിലവിൽ 8 ഇന്നർ ഗേറ്റ്സിനെ പറ്റി പറയാനുള്ളത്. ഞാനിവിടെ മൈറ്റ് ഗൈയോ ലീനെ പറ്റിയോ മൈറ്റ് ഡൈനെ പറ്റിയോ കൂടുതൽ പറയുന്നില്ല. ഇവരെല്ലാം അതിൻ്റെ ഒരു മാസ്റ്റർ ഓഫ് യൂസേഴ്സ് തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ 8 ഇന്നർ ഗേറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇതുകൂടാതെ എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് 8 ഇന്നർ ഗേറ്റ്സിനെ പറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ നോക്കിയിട്ട് വാലിഡേറ്റ് ആണെങ്കിൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ അടുത്തൊരു നാറൂട്ടോ യൂണിവേഴ്സിലെ കോൺസെപ്റ്റ് വീഡിയോ, ക്യാരക്ടർ അനാലിസിസ് അല്ലെങ്കിൽ സമ്മണിങ് ഏതെങ്കിലും തരത്തിലുള്ള ജുജുത്സു എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. I told you long ago on the road, I got what they waiting for.